ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അപ്പോൾ ദേ ഇവിടെ ഞാനും ബാവച്ചിയും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്നൊരു പുതിയ റിലീസായ പുത്തൻ പടത്തിന് പോവാണ്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ പുതിയ പടം നമ്മൾ കാണാൻ പോകുന്നുട്ടോ. അപ്പോൾ ഇത്ര എക്സൈറ്റ്മെന്റിൽ നമ്മൾ എന്താ പോണെന്ന് വെച്ചാൽ വിനീത് ശ്രീനിവാസന്റെ പടമാണല്ലോ. അപ്പോൾ എന്തായാലും ഇത്ര എക്സൈറ്റ്മെന്റ് വേണം ആ പടത്തിന്. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് അതിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ വാവച്ചിയും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. വാവച്ചി സിനിമ ആണോ വാവച്ചി ജ്യൂസ് സ്നാക്സ് ഒന്നും കഴിക്കാണ്ടാണ് നമ്മൾ സിനിമയ്ക്ക് പോകുന്നത്. അതായത് നമ്മൾ ജ്യൂസും സ്നാക്സൊക്കെ കൊടുത്തു, പക്ഷെ വാവച്ചിക്ക് അതൊന്നും വേണ്ട. വാവച്ചിക്ക് സിനിമ കണ്ടാൽ മതി എന്നാണ് പറഞ്ഞത്. അവിടെ പോയിട്ട് കാണാം, വാവച്ചി സിനിമ കാണോ ഇല്ലയോ എന്ന്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആടുജീവിതം കാണാൻ പോയി, പക്ഷെ കാണാൻ പോയിട്ടും കാണാൻ പറ്റിയില്ല. കാരണം വാവച്ചിക്കിടെ ഏജ് പ്രോബ്ലം ആയതുകൊണ്ട് നമ്മളെ അലോ ചെയ്തില്ല സിനിമ. അപ്പോൾ നമ്മൾ ഈ സിനിമ എന്തായാലും കാണാൻ പറ്റും എന്ന വിശ്വാസത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ ബെല്ലൈക്കണം പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കാണാൻ പറ്റും. അവച്ചി സിനിമ കാണാൻ എക്സൈറ്റ്മെന്റിലാണ് ആണോ? ആരുടെ സിനിമയ്ക്ക് നമ്മൾ പോകുന്നേ അറിയത്തില്ലേ? വിനീത് ശ്രീനിവാസന്റെ മൂവി ആണല്ലോ. എക്സൈറ്റ്മെന്റ് ഉണ്ടോ അതോ ഹാപ്പി ആണോ? ആച്ചിക്ക് ഇപ്പൊ എന്താണ്? ഹാപ്പിയാണോ? അപ്പൊ സിനിമയുടെ റിവ്യൂ എന്താന്ന് വെച്ചാല് കുറെ പേര് നല്ല അടിപൊളി പടമാണ്, നിവിൻ പോളി പൊളിച്ചു അങ്ങനെയൊക്കെയാ പറയുന്നത്. അപ്പൊ അതും കൂടെ കേട്ടപ്പോ നമുക്ക് കുറച്ചും കൂടെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടി വന്നു. അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ സിനിമ കണ്ടിട്ട് വരാം. അച്ഛക്ക് ഗ്ലോബൽ വില്ലേജ് കാണണോ? കണ്ടില്ലേ? ഇതാണ് ഗ്ലോബൽ വില്ലേജ്. കണ്ടോ? മൈ ഗോഡ് നോ. കണ്ടോ? ഹാപ്പി ആയോ? ഹലോ. അപ്പോൾ നമ്മളിതേ സിനിമയെല്ലാം കണ്ട് നമ്മളിതാ വീട്ടിലെത്തിട്ടോ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഇഷ്ടപ്പെട്ടാ? നിവിൻ പോളിനെയോ? ഓ, നിവിൻ പോളിനെയാണോ മോൻ ഇഷ്ടപ്പെട്ടേ? വേറെ ആരാ ഇഷ്ടപ്പെട്ട അതിൻ്റെ അകത്ത്? ഓടുന്നതാരാ? ഓ, പ്രണവ് മോഹൻലാലിനെയാണ് ഇഷ്ടപ്പെട്ടേ? ഓ, പ്രണവിനെ ഇഷ്ടപ്പെട്ടു. നിവിൻ പോളിനെ ഇഷ്ടപ്പെട്ടു അല്ലേ? എനിക്കും അതെ, എനിക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു അതിൻ്റെ അകത്ത്. അതെ, നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ മൂവി ആണല്ലോ. എന്തായാലും അടിപൊളിയായിരിക്കും നമുക്കറിയാം. അപ്പൊ എനിക്ക് എന്തായാലും സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പൊ സിനിമക്ക് അപ്പോ ആര് നമ്മള് ഫ്രണ്ട്സിന്റെ ഒപ്പം പോയല്ലേ? അപ്പൊ ബാലു അങ്കിൾ ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ എന്തായാലും പടം അടിപൊളി പടമാണ്. എല്ലാവരും ഉണ്ടായിരുന്നു. ബാലു നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അല്ലേ? എന്തായാലും മൂവി കാണാത്തവര് മൂവി പോയി കാണാം കേട്ടോ. എടുത്ത് പറയേണ്ടത് നമ്മുടെ നിവിൻ പോളി, ധ്യാൻ, പ്രണവ് എല്ലാം പക്കയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാലുവിന്റെ കൂടെയാണോ സിനിമയ്ക്ക് പോയത്? ബാലുവിന് ഇഷ്ടപ്പെട്ടാ? ഓക്കെ. ഈ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത ആൾക്കാർ പോലും പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ആസിഫ് അലി, കല്യാണി, അങ്ങനെ എല്ലാവരും അവരവരുടെ വേഷങ്ങൾ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൽ ബേസിലിന്റെ ഡയലോഗ്സ് അടിപൊളിയായിട്ട് വിനീത് ശ്രീനിവാസൻ ചെയ്തിട്ടുണ്ട്. ഇനി വിനീത് ശ്രീനിവാസന്റെ മൂവിക്ക് വേണ്ടി ഞങ്ങൾ വീണ്ടും വെയിറ്റ് ചെയ്യണേ. അപ്പം സിനിമ കാണാത്തവർ പോയി സിനിമ കാണുക. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോകാം കേട്ടോ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ.